നമുക്ക് മാക്സിമം നോക്കാം. ചിലപ്പോൾ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. മാക്സിമം ട്രൈ ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, നമുക്ക് നോക്കാം. അമ്മ വിളിച്ചിരുന്നു? ഉടനെ എത്തും. ഹലോ, ഇല്ല ഹോസ്പിറ്റലിലാ. ഞാൻ എത്താൻ വൈകും. നോ ഒന്നും പറയാറായിട്ടില്ല. ശരി, ഞാൻ വിളിക്കാം. ഡോക്ടർ, എന്താ പറ്റിയത്? BP എവിടെ? BPക്ക് എന്താ സംഭവിച്ചത്? മാഡം, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സംയമനത്തോടെ വേണം കേൾക്കാൻ. ഡോക്ടർ, ഞാൻ എന്ത് വേണമെങ്കിലും കേൾക്കാം. ഡോക്ടർ പറഞ്ഞ എന്തും അനുസരിക്കാം. ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. BPക്ക് കുഴപ്പമല്ലോ ഉണ്ടോ? BPക്ക് എന്താ സംഭവിച്ചത്? അത് മാത്രം അറിഞ്ഞാൽ മതി. മാഡം, കൂൾ. ഞാനൊന്ന് പറയട്ടെ. എൻ്റെ അനുവാദത്തോടു കൂടിയേ മനസ്സിൽ വെച്ച് അപ്പോൾ പണിക്കർ സാറോട് സംസാരിക്കുന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ പണിക്കർ സാർ ഭയങ്കരമായി വയലൻ്റായി. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തിരുന്നെങ്കിലും ഇത്രയും സീരിയസ് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. പണിക്കർ സാറിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പോൾ കുതിറിയപ്പോഴങ്ങനെ സംഭവിച്ചതായിരിക്കണം. ബട്ട് ആ വീഴ്ച അല്പം ഗുരുതരമായി പോയി. ഹെഡ് ഇഞ്ചുറി ഉണ്ട്. ഡോക്ടർ, എന്നിട്ടിപ്പോ BP എവിടെ? ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹെഡ് ഇഞ്ചുറിയേക്കാളും നമ്മളിപ്പോൾ ടെൻഷനാക്കുന്നത് BPക്ക് ഓൺ ദ വേ സംഭവിച്ച കാർഡിയാക് അറസ്റ്റ്. എന്റെ ഈശ്വരാ! BP ഇപ്പോൾ ICUല. ഞാൻ കൺസൾട്ടിംഗ് ഡോക്ടറുമായി സംസാരിച്ചു. അല്പം ക്രിട്ടിക്കല്. എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇത്രേ പറയാൻ പറ്റൂ എനിക്ക്. ഡോക്ടർ, അപ്പു എവിടെ? അപ്പു ICUവിന് മുന്നിലുണ്ട്. ആ കുട്ടിയാകെ പരിഭ്രമിച്ചിരിക്കുക. മാഡം തൽക്കാലം അപ്പുവിനോട് ഇതേപ്പറ്റി കൂടുതലൊന്നും ചോദിക്കണ്ട. അതിനുവേണ്ടിയാ ഞാൻ മാഡത്തോട് ഇത്രയും ബ്രീഫ് ചെയ്തത് തന്നെ. ചെല്ലു, അപ്പുവിനടുത്തേക്ക് ചെല്ലു. അപ്പു, എന്താ ഇതൊക്കെ? എന്താ സംഭവിച്ചത്? അമ്മ, എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തതല്ല. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. എന്തിനാ അപ്പു നീ VPയെ കാണാൻ തനിച്ചങ്ങോട്ട് പോയത്? നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? നിന്നെ കണ്ട അച്ഛൻ വയലന്റ് ആവുമെന്ന് നിനക്കറിയാവുന്നതല്ലേ? എന്നിട്ട് നീ എന്തിനാ മുന്നിൽ ചെന്ന് പെട്ടത്? അമ്മ, ഞാൻ VPയുടെ അടുത്തോട്ട് പോയതേ ഇല്ല. ഞാൻ ആ സ്ത്രീയുമായിട്ട് സംസാരിച്ച് പോരാൻ നേരം VP എന്റെ അടുത്തേക്ക് ഓടി വരുമായിരുന്നു. എന്നിട്ട് അന്നത്തെ പോലെ എന്നെ വല്ലാതെ അങ്ങ് ഉപദ്രവിച്ചു. മതി, കേൾക്കണ്ട എനിക്കൊന്നും. എന്ത് പറഞ്ഞാലും VP അവസ്ഥയിലായല്ലോ. ഈശ്വര, നീ എന്ത് കെയർ ചെയ്ത് കൊണ്ട് നടന്നിരുന്നതാ. ഒടുവിൽ ഇങ്ങനെ ഒരു നിലയിൽ. ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ അപ്പു? എന്തിനാ നീ? എനിക്ക് VP ഒന്ന് കാണണം. കണ്ടാ മതി എനിക്ക്. ഡോക്ടർ, വിജയ് പണിക്കർക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? നിങ്ങൾ മിസ്റ്റർ പണിക്കരുടെ വൈഫാ. ഇത് മകനല്ലേ? ഡോക്ടർ ജയദേവൻ പറഞ്ഞിരുന്നു. ഡോക്ടർ, വിജയ് പണിക്കർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കണ്ടീഷൻ ഇപ്പോൾ അല്പം ബെറ്റർ ആയിട്ടുണ്ട്. ഇനി അത് സസ്റ്റെയിൻ ചെയ്യണം. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതാം. ഏതായാലും കുറച്ച് കഴിയട്ടെ. ഡോക്ടർ, എനിക്ക് വിജയ് പണിക്കരെ ഒന്ന് കാണാൻ പറ്റുമോ? നോ, ഇപ്പോൾ ആരെ അകത്തേക്ക് വിടാൻ പറ്റില്ല. തന്നെയുമല്ല, പേഷ്യൻ്റ് സെഡേഷനില്ല. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യൂ. ഇയാളൊന്ന് വരൂ. കണ്ടീഷൻ ബെറ്ററായെന്ന് ഞാൻ അമ്മ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞേ ഉള്ളൂ. അത്ര പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഇല്ല ഇപ്പോഴും. ചിലപ്പോൾ വെന്റിലേറ്റർ വേണ്ടി വരും. ഇനിയും കാർഡിയാക് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റിസ്ക് ടൈം കഴിഞ്ഞിട്ടില്ല. അതൊന്ന് കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അമ്മയോട് സാവധാനം പറഞ്ഞാൽ മതി. ഓക്കെ? ശരി ഡോക്ടർ. ഓക്കെ. എന്താ അപ്പോ? എന്താ ഡോക്ടർ പറഞ്ഞേ? ഒന്നുമില്ല. ഇനി കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാതിരുന്ന ഈസി ആയിട്ട് റിക്കവർ ആവാൻ പറ്റുമെന്നാ പറഞ്ഞത്. അപ്പോ ഡോക്ടർ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? നീ സത്യം പറ. അതെ, അങ്ങനെ തന്നെ പറഞ്ഞത്. ഹലോ ഡോക്ടർ. ശരി, ഞാൻ വരാം.
ഡോക്ടർ ജയദേവനെ വിളിച്ചത്. ഞാനിപ്പോ വരാമോ? നിക്കാനാ പറഞ്ഞത്. ഏയ് ജോബിൻ, നീ എന്താ ജോബിൻ ലേറ്റ് ആയത്? ഹോസ്പിറ്റലിൽ ഒന്ന് പോയി എല്ലാവരെയും മുഖം കാണിച്ചിട്ട് ഉടനെ വരാന്ന് പറഞ്ഞിട്ട് കാണാഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. വിചാരിച്ച പോലെ അവിടെ നിന്ന് ഫ്രീ ആവാൻ പറ്റിയില്ല. എന്നെ കണ്ടപ്പോൾ ജോർജ് സാർ ഒരു പേഷ്യന്റിന്റെ കേസ് ഏൽപ്പിച്ചിട്ട് പുറത്തു പോയി. പിന്നെ അത് അറ്റൻഡ് ചെയ്തിറങ്ങിയപ്പോൾ ലേറ്റായി. ഇനി എപ്പോഴാ നിങ്ങൾ മാളുവിന്റെ വീട്ടിൽ പോകുന്നത്? ഒരുപാട് ലേറ്റ് ആയില്ലേ? ആ, അത് സാരമില്ല. ഇന്ന് തന്നെ അവിടെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നാളെ സൗകര്യം പോലെ പോയാലും മതിയല്ലോ. അത് പോരാ ജോബിൻ, നിങ്ങൾ ഇന്ന് തന്നെ അവിടെ പോയേ പറ്റൂ. വൈകിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ ചെല്ലുമെന്ന് രാവിലെ വന്നപ്പോ കൂടി മുരളിയോട് ഉറപ്പ് പറഞ്ഞതല്ലേ? ഞാനങ്ങനെ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞില്ലെങ്കിൽ എന്താ, ഞാനാ ഉറപ്പ് കൊടുത്തത്. അതുമാത്രമല്ല, മാളുവിനെ കാണുമെന്ന് അശ്വതി ഇന്ദിരാമയും ഒക്കെ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് പറയാൻ കൂടിയല്ലേ രാവിലെ മുരളി ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് നിങ്ങൾ അവിടെ പോകാതിരുന്നാൽ അത് മോശമല്ലേ ജോബിൻ? മുരളി അശ്വതിയൊക്കെ എന്ത് വിചാരിക്കും? ആരും മനഃപൂർവ്വം ചെയ്തല്ലോ മമ്മി. ഇങ്ങനൊരു അത്യാവശ്യം വന്നോണ്ടല്ലേ. അല്പം വൈകിയാലും കുഴപ്പമില്ല. നീ മാളുവിനെയും കൂട്ടി പോകാൻ നോക്ക്. ഇന്നിനി അവിടേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വൈകിട്ട് വേറെയും ചില ആൾക്കാരെ കാണാനുണ്ട്. അത്യാവശ്യമാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതും ഒരു അത്യാവശ്യ കാര്യമല്ലേ? നിങ്ങൾ ചെല്ലുന്നതും പ്രതീക്ഷിച്ച് അവര് കാത്തിരിക്കില്ലേ? ആ, നോക്കട്ടെ. മാളെവിടെ? അവള് റൂമിലുണ്ട്. തലവേദനയാണെന്നും പറഞ്ഞ് കിടക്കുക. എന്താണെന്നറിയില്ല. വന്നതിന് ശേഷം അവൾ ആകെ മൂടിക്കെട്ടിയ ഒരു മൂഡിലാണല്ലോ. എന്താ പറ്റിയതെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവളൊന്നും പറയുന്നുമില്ല. ചിലപ്പോ വീട്ടുകാരെ കുറച്ചുനാൾ പിരിഞ്ഞിരുന്നതിൻ്റെതാവും. അതാ ഞാൻ പറഞ്ഞത്, നീ അവളെയും കൂട്ടി അവിടം വരെ ഒന്ന് പോയിട്ട് വരാൻ. കുറച്ചു നേരം അവരോടൊപ്പം ചെലവഴിക്കുമ്പോ മാളുവിന്റെ ഈ മൂഡ് ഓഫ് ഒക്കെ അങ്ങ് മാറും. ഞങ്ങൾ വന്നതിന് ശേഷം മമ്മി ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ, അതോ ചേർച്ചിലോ മറ്റോ പോയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പള്ളിയിലൊന്ന് പോണോന്നുണ്ടായിരുന്നു. പിന്നെ മാളുവിന്റെ ഈ വാടിത്തളർന്ന അവസ്ഥ കണ്ടപ്പോ ഞാനും അങ്ങ് മടിച്ചു. നീ എന്താ ചോദിച്ചത്? ഏയ്, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ മമ്മി? ഇല്ലല്ലോ. ആ, കുറച്ചു മുമ്പ് ഒരാളെത്തിയിരുന്നു. ആരാ? ഇലക്ട്രിസിറ്റി റീഡിംഗ് എടുക്കാൻ. അതല്ല, എന്നെയോ മാളുവിനെ അന്വേഷിച്ച് അങ്ങനെ ആരെങ്കിലും വന്നോന്നാ ചോദിച്ചത്. ഇല്ലല്ലോ. എന്താ ജോബിൻ, ആരെങ്കിലും വരുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോഴെങ്ങനെയാ ജോബിൻ? നിങ്ങൾ പുറത്തു പോകുന്നുണ്ടോ? രാത്രിയിലത്തെ ഭക്ഷണത്തിനുണ്ടാവൂന്ന് അറിയാനാ. ഞാൻ മാത്രമേ ഉള്ളൂവെങ്കിൽ എനിക്കായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. എനിക്ക് ഏതായാലും പുറത്തു പോണം മമ്മി. മാളുവിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാലേ അറിയൂ. വീട്ടിൽ പോകണമെന്ന് നിർബന്ധം പറയുകയാണെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് അവൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. അവളെ മാത്രം അവിടെ വിട്ടിട്ട് പോകാനോ? അപ്പൊ നീ അവിടെ കേറുന്നില്ലേ?
അതിന് ടൈം കിട്ടുമോന്നറിയില്ല. അത് മോശമല്ലേ ജോബിൻ? ഇത്ര നാളുകൂടി വന്നിട്ട് നീ ഒന്ന് കയറാതെ മാളുനെ മാത്രം വിട്ടിട്ട് പോകുന്നത് അവരെന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിക്കാൻ? എന്റെ കാര്യങ്ങൾ പിന്നെ അവർ ഡീൽ ചെയ്യോ? ഒന്നാമതേ ഇനി പോകാൻ കുറച്ച് സമയമുള്ളൂ. അതിനു മുമ്പ് കുറെ അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട്. മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവാത്തവര് എന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല. മമ്മി അതേപ്പറ്റി കൂടുതൽ ആലോചിച്ച് വറീഡാവണ്ട. അവളെ വേണമെങ്കിൽ ഞാൻ അവളുടെ വീട്ടിൽ വിട്ടേക്കാം. എന്റെ കാര്യത്തിൽ അത്ര ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഹലോ, ആ പറയാ. ആ പേഷ്യന്റ് റിപ്പോർട്ട് ഞാൻ നിർമ്മല സിസ്റ്ററിനെ ഏൽപ്പിച്ചാണല്ലോ. വേണ്ട, നാളെ അത് ജോർജ് സാറിനെ കൂടെ കണ്ടിട്ടേ പറയാൻ പറ്റൂ. അതുവരെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ശരി. ഡോക്ടർ വന്നിട്ട് കുറച്ചു നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. പിന്നെന്താ വിളിക്കാഞ്ഞത്? തനിക്ക് തലവേദനയാണെന്ന് മമ്മി പറഞ്ഞു. എങ്കിൽ പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. ഈയിടെയായിട്ട് തലവേദന തന്നെ വിടാതെ പിടികൂടിയിരിക്കുകയാണല്ലോ. എന്തുപറ്റി? വിഷന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? അതോ? എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിഷന്റെ പ്രോബ്ലം ഒന്നും അല്ലെന്ന് തോന്നുന്നു. എങ്കിൽ നമുക്ക് നാളെ തന്നെ ഡോക്ടർ ബാലകൃഷ്ണനെ ഒന്ന് കാണിക്കാം. രാവിലെ എൻ്റെ കൂടെ പോന്നോളൂ. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അല്ലാതെ മാറാവുന്നതേ ഉള്ളൂ. തന്റെ ഫോൺ എന്താ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്യാത്തത്? സ്പെയർ ഫോൺ ഞാൻ തന്നതല്ലേ. എന്നിട്ടും എന്താ നമ്പർ ആക്ടിവേറ്റ് ചെയ്യാത്തത്? അതിപ്പോ ആക്ടിവേറ്റ് ചെയ്തിട്ട് വലിയ അത്യാവശ്യമൊന്നുമില്ലല്ലോ. വീട്ടുകാരോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വിളിക്കില്ലേ? വീട്ടിലുള്ളവർക്ക് ആന്റിയുടെയും ഡോക്ടറുടെയും നമ്പർ അറിയാം. പിന്നെ ഫ്രണ്ട്സ്, അങ്ങനെ കാര്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും എനിക്കില്ല. അപ്പോനും ഗീതാന്റിക്കും ഈ 2 നമ്പറും അറിയാം. അവരല്ലാത്ത സുഹൃത്തുക്കളും ഉണ്ടാവില്ലേ? ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്ന അവർക്ക് തന്നെ മിസ് ചെയ്യില്ലേ? അങ്ങനെ ഫോൺ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ മിസ്സാകാനും മാത്രം എനിക്കാരുമായി വലിയ സൗഹൃദമൊന്നുമില്ല. തനിക്കങ്ങനെ തോന്നുന്നെങ്കിലും തന്നെ മിസ് ചെയ്യുന്നവരുണ്ടെങ്കിലോ? തന്നെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് അവര് ചിലപ്പോ വീടന്വേഷിച്ച് വന്നുകൂടായികയില്ല. ഞാൻ തമാശ പറഞ്ഞല്ല. ചിലരെങ്കിലും അതിനെക്കുറിച്ച് ഇപ്പൊ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടാവും. അത്രയ്ക്ക് എന്നെ മിസ് ചെയ്യുന്നവര് അന്വേഷിച്ചു വരട്ടെ. അവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തന്റെ അച്ഛൻ വിളിച്ചിരുന്നു. നമ്മൾ എപ്പോഴാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്ന് അറിയാം. തന്റെ മുത്തശ്ശി അമ്മയൊക്കെ തന്നെ കാണാൻ കാത്തിരിക്കുകയാണെന്ന്. ഈവനിങ്ങിൽ എനിക്ക് 1-2 പേരെ കാണാനുണ്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. എന്താ താനൊന്നും പറയാത്തെ? ഓ, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഡോക്ടറുടെ തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമെങ്കിൽ മതി. ഇനിയിപ്പോ ചെന്ന് കണ്ടില്ലെങ്കിലും അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കണ്ടോളൂ. ഇവിടേക്ക് തന്റെ മുത്തശ്ശി വരുമെന്ന് തോന്നുന്നില്ല. മമ്മിയായിട്ട് അത്ര നല്ല സ്നേഹത്തോടെയാണല്ലോ പിരിഞ്ഞത്. മുത്തശ്ശിയുടെ കാര്യം ഓർത്ത് ഡോക്ടർ വറീഡാവണ്ട. അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈയിടെയായിട്ട് പല കാര്യങ്ങളും താൻ തനിച്ച് മാനേജ് ചെയ്യാനുള്ള ശ്രമമാണല്ലോ. അതിൽ താൻ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ലത് തന്നെയാ. സോറി, ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സംശയം ചോദിക്കട്ടെ? ഡോക്ടർക്ക് എന്ന് മുതലാ എന്റെ വീട്ടുകാര് എന്റെ മാത്രം വീട്ടുകാരായിട്ട് തോന്നി തുടങ്ങിയത്? എന്താ താൻ അങ്ങനെ ചോദിച്ചേ? അല്ല, നമ്മള് മലേഷ്യയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് മുതൽ ഡോക്ടർ അവരെ കുറിച്ച് സംസാരിക്കുന്ന കേട്ടപ്പോ തോന്നിയതാ. എന്ത് സംസാരിച്ചു? ഇതുവരെ മുരളി അങ്കിൾ എന്നും അശ്വതി ആന്റി എന്നും നമ്മുടെ മുത്തശ്ശി എന്നൊക്കെ ആയിരുന്നു ഡോക്ടർ അവരെ സംബോധന ചെയ്തിരുന്നത്. ഇപ്പൊ അത് തന്റെ അച്ഛനും തന്റെ അമ്മയും എന്റെ മാത്രം മുത്തശ്ശിയുമായി. അതുകൊണ്ട് ചോദിച്ചത്. നമ്മുടേതെന്ന് തോന്നണമെങ്കിൽ അങ്ങനെ ഒരടുപ്പം സ്വന്തം മനസ്സിലും തോന്നണമല്ലോ. ആ തോന്നൽ നഷ്ടമായെങ്കിൽ പിന്നെ എല്ലാം എന്റേതും തന്റേതും ഒക്കെ ആയിരിക്കും. ഞാൻ പരാതി പറഞ്ഞതല്ല കേട്ടോ.
ഞാനത് ശ്രദ്ധിച്ചു എന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഫ്രഷ് ആയി വരും, ഞാൻ കോഫി എടുക്കാം. അമ്മ ഇതുവരെ കിടന്നില്ലേ? ഇല്ല, അവര് ചിലപ്പോ ഇപ്പോഴെങ്ങാനും വന്നാലോ. ആരുടെ കാര്യം അമ്മ ഈ പറയുന്നേ? അല്ല മുരളി, മാളും ഡോക്ടറും കൂടി വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമെന്നല്ലേ പറഞ്ഞത്? ഇതുവരെ ആയിട്ട് കണ്ടില്ലല്ലോ. അവർക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാം കാണും. ഇന്നിനി ഏതായാലും വരാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. പിള്ളേരുടെ കാര്യല്ലേ, അവര് വല്ല സിനിമയ്ക്കോ മറ്റോ പോയിട്ട് രാത്രിയിലെങ്കിൽ എത്തുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലേറ്റ് ആവുന്നുള്ള കാര്യം അവർ വിളിച്ചു പറയുമായിരുന്നില്ലേ? എന്റെ ബലമായ സംശയം അവർ വീട്ടിൽ തന്നെ കാണുമെന്ന. എന്നാ മുരളി ഒന്ന് വിളിച്ചു നോക്ക്, വരുവോ ഇല്ലയോ എന്ന് അറിയാലോ. ഞാൻ നേരത്തെ ജോബിനെ വിളിച്ചിരുന്നു. അപ്പൊ നോട്ട് റീച്ചബിൾ ആണെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവര് ടീച്ചറിന്റെ വീട്ടിൽ ഉണ്ടാവില്ലെന്നുള്ള കാര്യം ഉറപ്പാ. പുറത്തെവിടെങ്കിലും ചുറ്റിക്കറങ്ങി ആഹാരമൊക്കെ കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് വരാനായിരിക്കും പ്ലാൻ. വരുന്നെങ്കിൽ വരട്ടെ, അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അതിന് അമ്മ ഇങ്ങനെ ഉറക്കമൊളിച്ച് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും അതല്ലല്ലോ മുരളി, എന്താണെന്നറിയില്ല. എനിക്കാണെങ്കിൽ മാളൂനെ ഒന്ന് കണ്ടോളാഞ്ഞു വയ്യ. ഏതായാലും ഇത്രയായില്ലേ, ഇന്നല്ലെങ്കിൽ നാളെ കാണാലോ അമ്മയ്ക്ക്. എന്താ ഇവിടെ? മാളൂനും ജോബിനും പ്രതീക്ഷിച്ച് നിൽക്കുക അമ്മ. അല്ല, അവരിന്ന് വരില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ? വരില്ലെന്ന് നീ പറഞ്ഞു, അതപ്പോ പറഞ്ഞു. അയ്യോ സോറി അമ്മേ, ഞാൻ മറന്നുപോയി. ഞാൻ അല്പം മുമ്പ് മാളൂനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ടീച്ചറെ വിളിച്ചിരുന്നു. ടീച്ചറാ പറഞ്ഞത് ഇന്നിനി അവരെങ്ങോട്ടും ഇറങ്ങുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും, പറ്റിയ നാളെ ഇങ്ങോട്ട് വരുമെന്ന്. ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു എന്നാ വിചാരിച്ചത്. സോറി, ഞാൻ മറന്നുപോയി. ഓ, പറ്റിയാ വരാവന്ന് എന്ന് വെച്ചാ ഇനി ടീച്ചറിന്റെ പെർമിഷനും ഒക്കെ വാങ്ങിച്ചിട്ട് വേണ്ടേ അവക്കും അവളുടെ ഭർത്താവിനും വീട്ടിൽ വരാൻ? എന്താ അമ്മ ഇത്? അങ്ങനെയാണോ ടീച്ചർ ഉദ്ദേശിച്ചത്? ഒരു ലോങ് ജേർണി കഴിഞ്ഞു വന്നതല്ലേ, രണ്ടാൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. രാവിലെ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെയാ തോന്നിയത്. എന്തായാലും ഈ ഏർപ്പാട് അത്ര നന്നായില്ല. ഇവിടുന്നല്ലേ അവര് യാത്ര പോയത്, അപ്പൊ തിരിച്ചെത്തുമ്പോഴേ ഇവിടെ വന്ന് പറയേണ്ട ഒരു മര്യാദയില്ലേ? അമ്മ എന്തിനാ ഈ ആവശ്യമില്ലാത്ത മാമൂലുകളൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്? എത്തിയാ നേരിട്ട് തന്നെ വന്ന് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എത്തിയ കാര്യം ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത വാശി? ഓ, ഞാനൊന്നും പറയുന്നില്ലേ. എന്തു പറഞ്ഞാലും ഒടുക്കം അത് കുറ്റമായിട്ടേ വരൂ. അവർക്ക് തോന്നുമ്പോ വരട്ടെ. ഇങ്ങനെ കുറച്ചുപേരെ സൗകര്യം പോലെ വന്ന് കണ്ടാ മതിയെന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിലും അമേരിക്കയിൽ ജോലി ഉറപ്പായപ്പോ നമ്മുടെ ഒന്നും ആവശ്യം അവർക്കില്ലാതായി. കാത്തിരുന്ന് ഞാനൊരുത്തി മണ്ടിയായത് മാത്രം മിച്ചം. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം, കൊല്ലാൻ വിളിച്ചാലും വളർത്താൻ വിളിച്ചാലും കിയോ കിയോ എന്ന് കരഞ്ഞോണ്ടിരുന്ന എന്ത് ചെയ്യും? നീ ടീച്ചറെ വിളിച്ച് മാളൂനെ കൊണ്ട് അമ്മയൊന്ന് വിളിപ്പിച്ചേര്. അല്ലെങ്കിലേ ഇനി അതിന്റെ പേരിലായിരിക്കും പരാതി. ഈ കാര്യം പറഞ്ഞ് ഞാൻ ഇനി ആരെയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിണങ്ങുന്നെങ്കിൽ പിണങ്ങട്ടെ. അമ്മയുടെ ഈ പിണക്കമൊക്കെ നാളെ മാളും ഇങ്ങോട്ട് വരുമ്പോ മാറിക്കോളും. മുരളിയേട്ടൻ വന്ന് കഴിക്കാൻ നോക്ക്. എന്താ രണ്ടുപേരും വലിയ ഗൗരവത്തിലിരിക്കുന്നത്? എന്തു പറ്റി മാളു? ഇപ്പോഴും തലവേദന കുറഞ്ഞില്ലേ നിനക്ക്? കുറവുണ്ട് ആന്റി. പിന്നെന്താ ഒരു ഉഷാറില്ലാത്തതുപോലെ? അതോ ഇനി വീട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലാണോ? അതെ, നാളെ എന്താ ഡോക്ടർ സാറിന്റെ പരിപാടി? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ആസ് യൂഷ്വൽ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞ് US നിന്ന് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അയാളൊന്ന് കാണാൻ പോകണം. അതൊക്കെ തന്നെ പ്രോഗ്രാം. മമ്മി എന്താ ചോദിച്ചേ? എന്നാലേ നാളെ എല്ലാത്തിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രോഗ്രാം ഞാൻ അങ്ങോട്ട് പറയാം.
നാളെ ഇവളെയും കൂട്ടി ഡോക്ടർ സാറ് ഇവളുടെ വീട്ടിലേക്ക് പോണം. എന്നിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. തിരിച്ച് സാറിന് തിരക്കൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തന്നെ പോണം. രണ്ടുപേരും നാളെ ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് വന്നാ മതി കേട്ടോ?